രാവിലെ നമുക്ക് ഫുഡ് വെക്കണ്ടേ എന്നിട്ട് പുറത്ത് പോകണ്ടേ. ഉള്ളി ഞാൻ പൊളിച്ചോളാം, നീ വേണം ഈ മുളക് എടുത്ത് അതൊക്കെ കടിക്കും. ഉള്ളി ഞാൻ പൊളിച്ചോളാന്ന് പറഞ്ഞില്ലേ, ഇങ്ങോട്ട് മാറിച്ചു ഇങ്ങനെ തിന്നാൽ മതി കേട്ടാ. സത്യമാക്കാൻ വന്നു നീ ഉള്ളി പൊളിക്കണം. ഇപ്പൊ ഇവിടുന്ന് ഓടിച്ചു വിട്ടോളൂ. അടുത്തയാളെ നിരഞ്ഞു മര്യാദക്ക് ഇന്നോണം കേട്ടോ, മര്യാദക്ക് ഇന്നോണം. കല്ലുപുറയാക്കി ഞാൻ നോക്കിയോ, മെഴുക്കി കൊച്ചപ്പോൾ അവിടെ കയറിക്കുന്നുണ്ടോ, ഒരു കുഴപ്പമില്ല. ഇറങ്ങാൻ അടി 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 കുണ്ടിയാന്തലി പൊട്ടി അടി 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 പൊട്ടിക്കുന്നു. എടാ മന്തിപ്പ ഇവിടെ കയറടാ, എൻ്റെ കയ്യെ കയറിയിരിക്കാതെ ഇങ്ങനെ പോയിന്നടാ. എന്റെ മിട്ടു നിനക്ക് കൊള്ളത്തില്ല അത്. ആണ്ണം ഓടിച്ചോണ്ട് പോയി. ഒരു സൈസ് കടല തരാം. അടി കൂടാതെ അല്ലപ്പാ അടിക്കാതിരുന്നോണം കേട്ടാ. ഞാൻ കളി നടക്കും, തീറ്റ നടക്കും. ഇടയ്ക്ക് തിന്നാൻ പറ്റിയല്ലോ കൊച്ചിന്. കൊച്ചു വെച്ച് കയറിപ്പോക്കോ ഫ്രൈ ആക്കിയിട്ട് തരാം കേട്ടോ. കപ്പളഞ്ഞ കൊണ്ടുപോകും. ആ തിന്നു. ആരാടാ കത്തി ഓടിച്ചു? നീയാണോ കത്തി ഓടിച്ചേ? നീ എന്നെ അന്വേഷിച്ച് വന്നിരിക്കുവാണോ? ഞാൻ കത്തി ശരിയാക്കിയിട്ട് ഓടി വരാം. ആര് പാത്തുമ്പോയുണ്ടോ? ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല, ചെറിയൊരു ഭയം. മിത്തു പാമേ എന്താ അങ്ങനെ ഇരിക്കണേ? ഇച്ചിരി കുക്ക് തരട്ടെ? പയറല്ല, കടല. അയ്യോ കളയല്ലേ, തിന്ന് എന്നാ സാറേ. ഇച്ചിരി കുക്ക് ചൂടുണ്ടായി കഴിച്ചു. അല്ലുവാ കമ്പ് കടിക്കണം, അത്തായിരുന്നു കടിച്ചു. ഇങ്ങോട്ട് മഞ്ഞല്ലേ, അങ്ങോട്ട് വരല്ലേ, ഞങ്ങൾ കറിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാവേ. അടി വെക്കാതെ എന്തുവാടേ ഇത്? മിറ്റുമീന്നാ ആ മിറ്റുമീക്ക് കിട്ടിയോ? അത് ശരി, അത് അടിച്ചു മാറ്റി. നീയാണല്ലോ അവിടെ ഇപ്പം മോഷണത്തിന്റെ രാജാവ്. ഇതിപ്പോൾ മൊത്തം തറയും മൊത്തം ആക്കും. ഞാൻ പിന്നെ ഇരുന്ന് കുട്ടി ഇരുന്ന് ശരിയാക്കേണ്ടി വരും. ഞങ്ങളപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒച്ചയും ബഹളവും ഉള്ളൂ അല്ലേ? ഞങ്ങൾ അപ്പുറത്തോട്ട് പോയാൽ ഒച്ചയും ബഹളമൊന്നും ഇല്ല. കടിയാപ്പോൾ രണ്ടുപേരുടെ പപ്പാതി എടുത്ത് തിന്നെ. മിറ്റുപ്പൻ്റെ പിണങ്ങിയിരിക്കണേ. ഇച്ചിരി ചോറ് കഴിച്ചു. മിറ്റുമ്മ വാ. ചൂട് വല്ലപ്പോഴല്ലേ ചോടൊക്കെ കിട്ടത്തുള്ളൂ. കഴിച്ചു. ചവിടല്ലേ, അവൻ കഴിക്കട്ടെ. കഴിച്ചോ രണ്ടുപേരും. ആ ഇഷ്ടപ്പെട്ടോ മിറ്റുമ്മ? ആ ഇഷ്ടപ്പെട്ടു. മനസ്സിലായി. അതിൻ്റെ ചെറിയൊരു സ്റ്റാർട്ടറെ തുടങ്ങും. ഇനി കപ്പ ബീഫ് ചോറ് അതിൻ്റെ സൈഡിൽ കൂടെ വിട്ടു. അല്ല വേണു സാറിൻ്റെ പാത്രത്തിൽ എന്ന് നോക്കിയത് ഓംപ്ലേറ്റും കൂടെ വെക്കാൻ പറ്റായിരുന്നു.